ഹായ് ഓൾ, നമുക്കിന്ന് ICD 10CM 2026 അപ്ഡേറ്റ്സുകൾ നോക്കാം. ഇറ്റ്സ് എഫക്റ്റീവ് ഫ്രം ഒക്ടോബർ 1, 2025. ടോട്ടൽ നമുക്ക് 487 ന്യൂ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്. റിവീസ്ഡ് കോഡ്സ് എന്ന് പറയുന്നത് 38 ആൻഡ് ഡിലീറ്റഡ് കോഡ്സ് 28 ആണുള്ളത്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻ അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ട്. അത് നമ്മുടെ കൺവെൻഷൻസിലും അതുപോലെ തന്നെ ചാപ്റ്റർ ഗൈഡ് ലൈൻസിലുമാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഹെവിലി ആയിട്ടൊന്നും മാറിയിട്ടില്ല, ചെറിയ ചെറിയ അപ്ഡേഷൻസ് മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് അത് നോക്കാം. കൺവെൻഷൻസിലെ ഫസ്റ്റ് അപ്ഡേഷൻ വന്നിട്ടുള്ളത് പങ്ക്ച്വേഷനിലെ കോമയ്ക്കാണ്. മുന്നീട് കോമ എന്ന് പറയുന്നത് നമ്മളൊരു ആൾട്ടർനേറ്റീവ് വേർഡിങ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സെപ്പറേഷൻ ഓഫ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ മോഡിഫയറിനും അതുപോലെ തന്നെ ആൻഡ് ഓർ എന്ന് പറയുന്നതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് കോമാസ് എന്ന് പറയുന്നത്. ഒരു ഗൈഡ് ലൈൻ നമുക്ക് 2025 ഉള്ളത് തന്നെയാണ്. അതായത് പേഷ്യൻറ്റിൻ്റെ പ്രൊവൈഡർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്വാഭാവികമായും കോഡ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ പേഷ്യൻറ്റിൻ്റെ പ്രൊവൈഡർ അല്ലാതെ അതർ ക്ലിനീഷ്യൻസ് പറഞ്ഞാലും കോഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കണ്ടീഷൻസ് ലാസ്റ്റ് ഇയർ തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ വർഷം അതിലേക്ക് ഫയർ ആം ഇൻഷുറി ഇൻറ്റൻറ്റ് എന്ന് പറയുന്ന പുതിയൊരു കണ്ടീഷനും കൂടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ചാപ്റ്റർ സ്പെസിഫിക് ഗൈഡ് ലൈൻസിൽ അപ്ഡേഷൻ വന്നിട്ടുള്ളത് HIV, ഡയബറ്റിക്, മൾട്ടിപ്പിൾ സൈറ്റ് കോഡിംഗ്, BMI. HIVയിലും വലിയൊരു അപ്ഡേഷൻസ് ഒന്നുമല്ല വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ 2025 പഠിച്ചത് തന്നെ ഒന്നും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് സിംറ്റമാറ്റിക് HIV അല്ലെങ്കിൽ എയ്ഡ്സ് ഓർ HIV ഡിസീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ B20 തന്നെ കോഡ് ചെയ്യണം എന്നുള്ളത്. ബിക്കോസ് അത് നമ്മൾ പറയുന്നത് സിംറ്റം ഉണ്ട് എന്ന് കാണിക്കുന്ന വേർഡ്സാണ്. അതുപോലെ തന്നെ ലൈഫിൽ വൺസെങ്കിലും HIV സിംറ്റമാറ്റിക് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിനല്ല വരുന്നതെങ്കിൽ പോലും പിന്നീടുള്ള സബ്സിക്വൻറ്റ് വിസിറ്റ്സിനെല്ലാം തന്നെ നമ്മൾ B20 തന്നെ കോഡ് ചെയ്യണം എന്നുള്ളൊരു റൂള് എഗെയിൻ പറയുന്നുണ്ട്. ഇനി അസിംറ്റമാറ്റിക് HIVയുടെ ഒരു റൂളായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് HIV പോസിറ്റീവ്, HIV ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്ന വേർഡുകൾ കണ്ടാലും സിംറ്റമാറ്റിക് ആയിട്ടുള്ള മറ്റൊരു കാര്യങ്ങളും പറയുന്നില്ലെങ്കിൽ ആ രണ്ട് ടൈംസിന് നിങ്ങൾ അസിംറ്റമാറ്റിക്കിന് Z21 തന്നെ കൊടുക്കാമെന്ന് എടുത്ത് പറയുന്നുണ്ട്. ചാപ്റ്റർ 4ലേക്ക് പുതിയൊരു സെക്ഷൻ ആഡ് ആയിട്ടുള്ളത് നമ്മുടെ ഡയബറ്റിക് ടൈപ്പ് 2വിൻ്റെ ഇൻ റെമിഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജാണ്. ഇൻ റെമിഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാവുന്നതാണ് നമുക്ക്. ആ കണ്ടീഷൻ്റെ സിംറ്റംസ് ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്ന് കാണിക്കുന്നതാണ് ഇൻ റെമിഷൻ. അതിനായിട്ട് പുതിയൊരു കാറ്റഗറി വന്നിട്ടുണ്ട്, ഈ 11.A എന്ന് പറഞ്ഞിട്ടുള്ള കോഡുകൾ. പിന്നെ എപ്പോഴും നോക്കേണ്ട കാര്യം, ക്വസ്റ്റ്യന് റിസോൾവ്ഡ് എന്നാണ് പറയുന്നതെങ്കിൽ അതൊരിക്കലും റെമിഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്ന് നെക്സ്റ്റിൽ എടുത്ത് തന്നെ പറയുന്നുണ്ട്. ഇനി മൾട്ടിപ്പിൾ സൈറ്റ് കോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ 13 അപ്ഡേഷൻസ്. ഇപ്പോൾ ആസ് നോർമലി നമുക്കൊരു കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഇപ്പോൾ റൈറ്റ് ഹിപ്പ്, ലെഫ്റ്റ് ഹിപ്പ് എന്ന് പറയാനാണെങ്കിൽ അതിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് സൈറ്റ്. അപ്പോൾ നിങ്ങൾ റൈറ്റ്, ലെഫ്റ്റ് എന്നുള്ളത് സെപ്പറേറ്റ്ലി കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, അതായത് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നില്ല, പകരം മൾട്ടിപ്പിൾ സൈറ്റ് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സൈറ്റ് എന്ന ഡിസ്ക്രിപ്ഷനുള്ള കോഡുകൾ തന്നെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ M15.3 എന്നുള്ള കോഡൊന്ന് റെഫർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 22 വന്നിട്ടുള്ള അപ്ഡേഷൻസ് BMIയിലാണ്. BMI എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ കോഡ് ചെയ്യണമെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒബിസിറ്റി ഓർ അനോറക്സിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവണം. ഇതുകൂടാതെ BMI ചെക്ക് ചെയ്യുന്ന വാല്യൂയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ ഉള്ളതിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ളത് തന്നെ കോഡ് ചെയ്യണം. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ അപ്ഡേറ്റ്സ് ഫോർ 2026. താങ്ക് യു.